ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിതിന് മുൻപ് കുറേ ഗിഫ്റ്റ് ബോക്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണിത്. ഞാൻ 2 ദിവസം മുൻപ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോപ്പപ്പ് ക്യൂബിൻ്റെ വീഡിയോ. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ആർട്ട് പീസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാർട്ട് പീസ് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഈ ചാർട്ട് പീസുകൾ തന്നെ 8 സെൻറ്റിമീറ്ററിലെ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഓൾറെഡി 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളൊരു ചാർട്ട് പീസാണ്. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ 2 ചാർട്ട് പീസുകളെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ചാർട്ട് പീസ് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ചാർട്ട് പീസിൻ്റെ ഒരു വശത്ത് സെല്ലോ ടേപ്പിൻ്റെ പകുതി ഭാഗം മാത്രം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അടുത്ത പകുതി ഭാഗത്ത് ഇതുപോലെ അടുത്ത ചാർട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ മെത്തേഡിൽ നമ്മൾ ബാക്ക് സൈഡിലും ചെയ്തെടുക്കണം. അതായത് 2 സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചെടുത്തതിന് ശേഷം കത്രിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് 2 സൈഡിലും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാർട്ട് പീസിൽ നിന്ന് സെല്ലോ ടേപ്പ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാർട്ട് പീസ് ഇവിടെ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഞാനൊരു 7 സെറ്റ് ചാർട്ട് പീസുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പാറ്റേൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് 7 സെൻറ്റിമീറ്റർ അളവുള്ള സ്ക്വയർ പീസുകളായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ചാർട്ടിലും നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ചാർട്ട് പീസിലും ഞാൻ പാറ്റേൺ ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ചാർട്ട് പീസുകളെയും ഒന്നിനോടൊന്ന് ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ നമ്മളൊരു ചെയിൻ പോലെ എല്ലാ ചാർട്ടുകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കണം. ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റിക്കർ പ്രിൻ്റാണ്. നമ്മൾ ഈ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതുപോലെ 4 സൈഡിലും കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ ഫോട്ടോ ഇല്ലാതുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ ഗമ്മുള്ളതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചാർട്ട് പീസിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചാർട്ട് മൊത്തമായിട്ട് ഞാൻ ഫോട്ടോസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഫോട്ടോസൊക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ ചാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചാർട്ട് പീസിൻ്റെ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് 3 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ 4 സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം. എല്ലാ സൈഡും വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എല്ലാ ഭാഗവും മടക്കിയെടുത്തതിന് ശേഷം 4 സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതേ മെത്തേഡിൽ നമ്മൾ 4 സൈഡും ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്യാനായിട്ട് വേറൊരു ബോക്സും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവുകളൊക്കെ ഇവിടെ കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. കവർ ചെയ്യാനുള്ള ബോക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. 20 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതിൽ നിന്ന് ഞാൻ 3 ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ അത്ര നീറ്റായിട്ട് ഒട്ടിക്കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൽ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടി ഭംഗിയാക്കാനായിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഡിസൈനുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ പല ഡിസൈനിലും മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ വെക്കാനുള്ള ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫോട്ടോസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ചാർട്ട് പീസുകൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു എൻഡിൽ വരുന്ന ചാർട്ട് പീസ് ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത എൻഡിൽ വരുന്ന ചാർട്ട് പീസ് ഇതുപോലെ അടുത്ത ബോക്സിൻ്റെ ഉള്ളിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മൾ 2 ബോക്സുകളിലും ചാർട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം വെച്ചെങ്കിൽ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്